അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 95-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ആ ശത്രു സൈന്യത്തിൻ്റെ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മുസ്ലിങ്ങൾ ഒരു ഖന്തക്ക്, ഒരു കിടങ്ങ് അവിടെ കുഴിക്കുകയാണ്. ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്തുണ്ടായ അവർ സഹിച്ച പട്ടിണിയെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അത്ഭുത പ്രവചനങ്ങളെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ 10,000-ത്തിലധികം വരുന്ന വ്യത്യസ്ത കക്ഷികൾ ചേർത്തുണ്ടാക്കിയ ആ ശത്രു സൈന്യം അൽ അഹ്സാബ് അവർ സർവ്വസന്നാഹരായിട്ട് മദീനയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മദീനക്കെതിരെ ഒരാക്രമണത്തിന് വേണ്ടി അവർ പദ്ധതി ഒരുക്കിയ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധിയായിട്ട് ആ കിടങ്ങ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ അറബികൾക്ക് തീർത്തും അപരിചിതമായിട്ടുള്ള യുദ്ധ രീതിയാണ് കിടങ്ങ് കുഴിച്ചിട്ടുള്ള പ്രതിരോധം. അത് പേർഷ്യക്കാരനായിട്ടുള്ള സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു തന്ത്രം റസൂലുള്ളാഹിക്ക് കൈമാറിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കിടങ്ങിനെ പ്രതിരോധിക്കാനുള്ള ഒരു പദ്ധതിയും അവർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അത് പൊളിക്കാനുള്ള മാർഗങ്ങൾ അവരന്വേഷിക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ആ കിടങ്ങ് കുഴിച്ച് അവിടെ ഇരിക്കല്ല, മറിച്ച് ആ കിടങ്ങ് കുഴിച്ചതിന് ശേഷം മുസ്ലിം ഭടന്മാർ തികഞ്ഞ ജാഗ്രതയോടുകൂടി അമ്പുമായിട്ട് അവർ സദാഭാഗത്തേക്കും അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ശത്രുക്കൾ ആ കിടങ്ങിന് ചുറ്റും അവർ മുറിച്ച് കടക്കാൻ വേണ്ടി വല്ല പഴുതും അന്വേഷിച്ച് അവർ ഓടി നടക്കുകയാണ്. അത് പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ തുടരെ ആ കിടങ്ങിൻ്റെ ഇപ്പുറത്ത് നിന്ന് അവർ ശരവർഷം അവർ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്കും മുറിച്ച് കടക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിയൊരു പ്രതിരോധമാണ് ആ കിടങ്ങ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേസമയം ആ കിടങ്ങ് വഴി അല്ലാതെ തന്നെ മുസ്ലിങ്ങളെ കീഴടക്കാനുള്ള ചില ഗൂഢ പദ്ധതികൾ ശത്രുക്കൾ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം മദീനയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയിട്ടുള്ളൊരു ജൂതഗോത്രം ബനൂ നദീർ ഗോത്രത്തിലൊരു പ്രതിനിധി സംഘം ഹുയൈ ബിൻ അഖ്തബ് അയാളുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് പോയി അവിടെയുള്ള പ്രമാണിമാരുമായിട്ട് അബൂ സുഫിയാനും മറ്റുമായിട്ടെല്ലാം സംസാരിച്ചാണ് ഇത്രയും വലിയൊരു സൈന്യമായിട്ട് അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഹുയൈ ബിൻ അഖ്തബ് അബൂ സുഫിയാനോട് പറയുന്നുണ്ട്, ഇനി മദീനയിൽ അവശേഷിക്കുന്ന ഏക ജൂതഗോത്രം ബനൂ ഖുറൈള, അവരെ നമ്മുടെ പാട്ടിലേക്ക് കിട്ടുകയാണെങ്കിൽ, അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കാൻ സാധിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. കാരണം രണ്ട് ഭാഗത്തുനിന്നായിട്ട് സാൻഡ്വിച്ചിലായിട്ട് മുസ്ലിങ്ങളെ നമുക്ക് ആക്രമിച്ച് അവരെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കും. അതോടുകൂടെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു സംസാരവും ഒരു പ്ലാനെല്ലാം അവർ നേരത്തെ തന്നെ അവർ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ മദീനയിൽ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ജൂതഗോത്രങ്ങളും ബനൂ നദീറും ബനൂ ഖൈനുഖാവും അവർ ആ കരാറിന്, ആ മദീനയുടെ ഭരണഘടനയെ പച്ചയായിട്ട് അവർ ലംഘിച്ച സമയത്തെല്ലാം, അവർക്കെതിരെ നടപടി സ്വീകരിച്ച സമയത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവശേഷിക്കുന്ന ഈ ഗോത്രം, അതായത് ബനൂ ഖുറൈളയെ റസൂലുള്ളാഹി സമീപിച്ച് അവരോട് ആ കരാറ് പുതുക്കി വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സമയത്തെല്ലാം വാക്ക് നൽകി, ഞങ്ങൾ ഒരിക്കലും അവരെ പോലെ ഞങ്ങൾ വാക്ക് തെറ്റിക്കില്ല, ഞങ്ങൾ കരാറ് പാലിക്കും എന്നുള്ള വാക്കെല്ലാം പലതവണയായിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ്. എങ്കിലും അവർ ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രതിസന്ധി വേളയിൽ അവർ നിറം മാറോ, അവർ വാക്ക് തെറ്റിക്കോ എന്നുള്ള ഒരു ആശങ്ക, ഒരു സംശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മദീനയുടെ നായകൻ, നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മനസ്സിലുള്ള ആ സംശയം അതൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ നമ്മൾ പോസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് തിരിച്ചു വരും. നമ്മൾ മറുവശത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ച പോലെ തന്നെ ശത്രുക്കൾക്കിടയിൽ വളരെ തകൃതിയായിട്ട് ആ മുസ്ലിം വിരുദ്ധ ഗൂഢാലോചന അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നേരത്തെ പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെ ആ ബനൂ നദീർ ഗോത്രത്തിൻ്റെ ലീഡർ ഹുയൈ ബിൻ അഖ്തബ് അയാൾ അർദ്ധരാത്രി രഹസ്യമായിട്ട് ആ മദീനയിലുള്ള ബനൂ ഖുറൈള ഗോത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ അർദ്ധരാത്രി മറ്റാരും കാണാതെ രഹസ്യമായിട്ട് അയാൾ ആ ബനൂ ഖുറൈള ഗോത്രത്തിൻ്റെ പരിധിയിലെത്തുകയാണ്. അപ്പോൾ അയാൾ നേരത്തെ മദീനയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മദീനയുടെ എല്ലാ മുക്കും മൂലയും അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മുസ്ലിങ്ങൾ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് അയാൾ രഹസ്യമായിട്ട് ആ ബനൂ ഖുറൈളയുടെ ഭാഗത്തെത്തുകയാണ്. അവിടെ പോയി ആ ബനൂ ഖുറൈള ആ ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന കഅബ് ബിൻ അസദ് അൽ ഖുറൈള അയാളുടെ വാതിലിൽ പോയി മുട്ടുകയാണ്. ശേഷം ഉണ്ടായ സംഭവം സീറത്ത് ഇബ്നു ഹിശാമിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ അർദ്ധരാത്രി അസമയത്തുള്ള വരവ്, അതും മദീന ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യുന്ന യുദ്ധഘട്ടത്തിലുള്ള ഹുയൈ ബിൻ അഖ്തബിൻ്റെ വരവ്, ആ ബനൂ ഖുറൈള ഗോത്രത്തിൻ്റെ തലവന് അയാൾക്ക് അതിലെന്തോ ഒരു പന്തികേട് മനസ്സിലാക്കി അയാൾ ആ ശബ്ദം കേട്ടെങ്കിലും ആ വാതിൽ തുറക്കാൻ സന്നദ്ധമായില്ല. അപ്പോൾ ഹുയൈ പലതവണ ആ വാതിലിന് മുട്ടി, വൈഹക്കി ആ കഅബ് ഇഫ്തഹ്ലി, ആ വാതിൽ തുറക്കാൻ വേണ്ടി തുടരെ ആവശ്യപ്പെടുകയാണ്.
അപ്പം അത് കേട്ട് അപ്പുറത്ത് നിന്നും കഅബ് ബിൻ അസദ് പ്രതികരിക്കാൻ, ഓ ഹുയൈ, നിങ്ങൾ പോകണം, നിങ്ങളൊരു അശുഭ ലക്ഷണക്കാരനാണ്, നിങ്ങൾ പ്രശ്നക്കാരനാണ്, നിങ്ങൾ എന്തോ കുഴപ്പമായിട്ടുള്ള വരവാണ്. അയാൾ ഒരിക്കലും വാതിൽ തുറക്കില്ലെന്ന് ശഠിക്കാൻ. ആ സമയത്ത് നിരാശനാകാതെ ഹുയൈ അവിടെ തന്നെ നിന്ന്, അയാൾ അതിസമർത്ഥനായിരുന്നു, എങ്ങനെ ഒരാളെ സംസാരിച്ച് വരുതിയിലാക്കണം, വീഴ്ത്തണം എന്ന് കൃത്യമായിട്ട് അയാൾക്ക് അറിയായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും പലതും പറഞ്ഞ് ആ വാതിൽ തുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെ പറഞ്ഞിട്ടും അയാൾ ആ വാതിൽ തുറക്കില്ലെന്ന് മനസ്സിലാക്കിയ ഹുയൈ അവസാനം മറ്റൊരു വിദ്യ, ഇമോഷണലി അയാളെ കീഴടക്കാനുള്ള ചില സംസാരങ്ങൾ നടത്തുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഓ കഅബ്, നിങ്ങൾ വാതിൽ തുറക്കാത്തതിൻ്റെ കാരണം എനിക്കറിയാം. വാതിൽ തുറന്നാൽ നിങ്ങളുടെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലുള്ള ഭയം കാരണമല്ലേ നിങ്ങൾ വാതിൽ തുറക്കാത്തത്. ഇത്രയും ക്ഷീണിച്ച് അവശനായി വന്നാൽ എനിക്കൊരല്പം ഭക്ഷണം തരാനുള്ള മാന്യത പോലും നിങ്ങൾക്കില്ലേ? അപ്പം നിങ്ങൾ ഇത്ര പിശുക്കനാണ്. ആ രൂപത്തിലെല്ലാം അയാൾ സംസാരിക്കുകയാണ്. അപ്പം അത് കേട്ട സമയത്ത് അങ്ങേയറ്റം ആത്മാഭിമാനിയായിരുന്ന കഅബിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അതിൽ വീണു പോവാണ്. ദേഷ്യത്തോടു കൂടെ അയാൾ വാതിൽ തുറന്നു. ഹുയൈ ബിൻ അഖ്തബ് അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അയാൾ ആ വിഷയങ്ങൾ സമർത്ഥമായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. ശേഷം അയാൾ പറഞ്ഞു, കഅബ്, നിങ്ങളിങ്ങനെ ചൂടാകാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾക്കുള്ള വലിയ നന്മയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്കാലത്തേക്കും നിങ്ങളുടെ അധികാരവും ഐശ്വര്യമെല്ലാം നിലനിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ സാഗരം പോലെയുള്ള, അത് ബഹർ പോലെയുള്ള ജനവിഭാഗം പുറത്ത് നിൽക്കുന്നുണ്ട്. 10,000-ഓളം വരുന്ന സൈന്യം, അതും മക്കയിലുള്ള ഖുറൈശികളെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഒരിക്കലും മുഹമ്മദിനും കൂട്ടർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവരെ തുടച്ചു നീക്കിയിട്ട് മാത്രമേ നമ്മൾ പോകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതായിരുന്നു അയാളുടെ അഭ്യർത്ഥന. അപ്പം അതിന് കഅബ് പറഞ്ഞ മറുപടി, വല്ലാഹി നീ എന്നും അപമാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ശേഷം ഭാഷയിലുള്ളൊരു എക്സ്പ്രഷൻ, നീ ഇടിയും മിന്നലും മാത്രം നൽകുന്ന മഴയില്ലാത്തൊരു കാർമേഘം പോലെയാണ്. ആ രൂപത്തിലാണ് നിന്റെ സംസാരം. അതുകൊണ്ട് നീ എന്നെ എൻ്റെ പാട്ടിന് വിടുക, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. മുഹമ്മദിന് പലതവണ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കരാറ് നൽകിയതാണ്. അദ്ദേഹം തിരിച്ചും വലം അറാമിൻഹു ഇല്ലാ വഫാഅം വസിദ്ഖ, ഞാനും മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് പാലനവും സത്യസന്ധതയല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന് കൂട്ടു നിൽക്കില്ലെന്ന് കഅബ് പറയാണ്. അപ്പം അതൊക്കെ കേട്ടിട്ടും ഹുയൈ പിന്മാറാതെ പല രൂപത്തിലായിട്ട് ദീർഘനേരം സംസാരിച്ച് അയാളെ പാട്ടിലാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതായാൽ അവരിലേക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സംബന്ധിച്ചെല്ലാം അയാൾ വാദോരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ ഭയന്നിട്ടാണ് ഞങ്ങളോടൊപ്പം ചേരാത്തതെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ തവണ ഒരിക്കലും മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നും അവർ വിജയിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നൽകുകയാണ്. മുഹമ്മദിനെ കീഴടക്കാതെ നമ്മൾ ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ അനുയായികളും ഈ കോട്ടയിലേക്ക് വരും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഞങ്ങളെ മുഴുവൻ വധിക്കാം. അത്രയും വലിയൊരു പ്രോമിസും അയാൾ കഅബിന് നൽകുകയാണ്. അപ്പോൾ ഹുയൈ ഇത്രയും വലിയ ഗ്യാരണ്ടികൾ ഇത്ര ഉറപ്പോടെ നൽകാനുള്ള കാരണം അത് വെറും വാക്കല്ല, അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഈ ഒരു പ്രതിസന്ധിയിൽ അവർ വിജയിക്കാൻ യാതൊരു സ്കോപ്പും അവർ കാണുന്നില്ല. അവരെന്നല്ല, പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാളും ആ രൂപത്തിലേ ചിന്തിക്കുകയുള്ളൂ. 10,000-ഓളം വരുന്ന സൈന്യം പുറമേ നിന്ന് വളഞ്ഞിരിക്കുകയാണ്. ഇനി അകത്തുള്ള ബനൂ ഖുറൈളക്കാരുടെ സപ്പോർട്ട് കൂടെ കിട്ടിയാൽ പിന്നീട് 1% പോലും വിജയ സാധ്യത ഭൗതികമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത്രയും വലിയ പ്രോമിസ് എല്ലാം അയാൾ നൽകാനുള്ള കാരണം. അങ്ങനെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും വാഗ്ദാനങ്ങളെല്ലാം തുടരെ കേട്ട് ആ ബനൂ ഖുറൈള ഗോത്രത്തിൻ്റെ നേതാവ് കഅബ് ബിൻ അസദ് അവസാനം അയാൾ കൂറുമാറാൻ സന്നദ്ധമാവാണ്. ആ നിർണായക സമയത്ത് മുസ്ലിങ്ങളുമായിട്ട് നൽകിയിട്ടുള്ള ആ കരാറ് ലംഘിച്ച് ആ ശത്രുപക്ഷത്തോടൊപ്പം ചേർന്ന് ആ കൊടുംചതിക്ക് അവർ കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ ദീർഘനേരത്തെ ആ ശ്രമം അത് പാഴാകാതെ പോയതിൽ ഹുയൈ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഹുയൈ കഅബിനോട് മുസ്ലിങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി അതിൻ്റെ രേഖ ചോദിച്ചു വാങ്ങുന്നു. അതിനുശേഷം അത് കീറിയിട്ട് അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയാണ് അയാൾ പരസ്യമായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് യാതൊരു ഉടമ്പടിയില്ല. അപ്പം അതെല്ലാം പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവാണ്. ഇനി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി എന്ന സമർത്ഥനായിട്ടുള്ള സൈനിക നായകൻ ഇത്തരം അപകട സാധ്യതകളെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചില മുൻകരുതലുകൾ നേരത്തെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒന്നടങ്കം, കാരണം പുരുഷന്മാർ മുഴുവൻ ആ കിടങ്ങും മറ്റും കുഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ആ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അവർക്ക് നേരെ വല്ല ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് റസൂലുള്ളാഹി ഒന്നടങ്കം അവരെ മുഴുവൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടത്തിലേക്ക്, അൽ ഫാരി എന്നുള്ള ഒരു കോട്ടയിലേക്ക് അവരെ ഒന്നടങ്കം മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം റസൂലുള്ളാഹി നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സ്ത്രീകളും റസൂലുള്ളാഹിൻ്റെ അമ്മായി സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ അവരും അതേപോലെ തന്നെ നിരവധി കുട്ടികൾ, ആ കുട്ടികളുടെ കൂട്ടത്തിൽ പിൻകാലഘട്ടത്തിൽ പ്രസിദ്ധരായിട്ട് സ്വഹാബികളായിത്തീരുന്ന അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമർ ബിൻ അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അവരെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൊഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്
ധീരയോദ്ധാവായിട്ടുള്ള ലെജൻഡായിട്ടുള്ള സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ പിന്നീട് വരും. അദ്ദേഹം വിവാഹം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ ഹിജറയുടെ സമയത്ത് അവർ ഗർഭിണിയായിരുന്നു, ഓർക്കുന്നുണ്ടാകും. മദീനയിലേക്ക് അവർ വന്ന സമയത്ത് ആദ്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് 5 വയസ്സ് പ്രായമാണ്. ആ കോട്ടയിലുണ്ട്. അങ്ങനെ ആ കോട്ടയുടെ സംരക്ഷണ ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് നൽകുന്നത്. കാരണം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. ആ കോട്ടയുടെ ചുമതലയെല്ലാം നൽകി സ്ത്രീകളും കുട്ടികളെല്ലാം ആ കോട്ടയിലാണുള്ളത്. അവിടെ ആ ഫാരി കോട്ടക്കകത്ത് ഈ സന്ദർഭത്തിൽ അരങ്ങേറുന്നൊരു സംഭവം സീറത്ത് ഇബ്നു ഹിശാമിലും സീറ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ അമ്മായി സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്, ധീരയായിട്ടുള്ള വനിത, അവരെല്ലാം ആ കോട്ടക്കകത്തുണ്ട്. അപ്പോൾ അതിൽ റസൂലുള്ളാഹിൻ്റെ അമ്മായിമാർ, പിതൃ സഹോദരികൾ 6ഓളം ആളുകളുള്ളതായിട്ടാണ് സീറ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചെന്നാണ് ഓർക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ സൊഫിയ റളിയല്ലാഹു അൻഹ, അവരോടൊപ്പം ഉമ്മു ഹക്കീം, ഉമൈമ, അർവ, ബർറ, ആത്തിക്ക. അതിൽ ആത്തിക്കയാണ് ഓർക്കുന്നുണ്ടാകും. ബദറിന് തൊട്ടുമുമ്പ് അവരൊരു സ്വപ്നം കാണുന്നുണ്ട്. മക്കയിലേക്കൊരു വലിയ പാറക്കല്ല് ഉരുണ്ടു വരുന്നതും അത് പൊടിഞ്ഞ് അതിൻ്റെ ചീളുകൾ മക്കയിലുള്ള ഓരോ വീട്ടിലേക്കും തെറിക്കുന്നതായിട്ടെല്ലാം അവർ സ്വപ്നം കാണുന്നുണ്ട്. അതായത് ബദറിൽ വരാനിരിക്കുന്ന പരാജയത്തെ സംബന്ധിച്ചുള്ളൊരു മുന്നറിയിപ്പ് എന്നോണം അവരൊരു സ്വപ്നം എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 6 ആളുകളിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ് സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. ചില പണ്ഡിതന്മാർ, അതിൽ ആത്തിക്കയും അർവയും, അവരും ഇസ്ലാം സ്വീകരിച്ചെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ സൊഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ പരസ്യപ്രബോധനം തുടങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, ആ കുടുംബത്തെ വിളിച്ച് താക്കീത് ചെയ്യാനുള്ള ഓർഡറെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമയത്ത് റസൂലുള്ളാഹി ആ കുടുംബത്തെ ഒന്നടങ്കം വിളിച്ചതിന് ശേഷം റസൂലുള്ളാഹി മുഴുവൻ ആളുകളോടും സംസാരിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് ആ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിൽ 2 ആളുകളെ മാത്രമാണ് റസൂലുള്ളാഹി പേരെടുത്ത് പറയുന്നത്. ഇന്നീല അംലിക്കുലക്കി മിനല്ലാഹി ഷൈഅ. അതിൽ റസൂലുള്ളാഹിൻ്റെ കരളിൻ്റെ കഷ്ണായിട്ടുള്ള മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പേരെടുത്ത് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞത് ഈ പറയുന്ന സൊഫിയ റളിയല്ലാഹു അൻഹയാണ്. സൊഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ അമ്മായി എന്ന് പറയുമ്പോൾ വയസ്സിൽ വലിയ വ്യത്യാസം, 1-2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ വലിയൊരു ബന്ധം സൊഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, സൊഫിയ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനെയാണ്, അവ്വാം ഇബ്നു ഖുവൈലിദ്. അവരുടെ മകനാണ് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരല്പം കഴിയുമ്പോൾ നമ്മൾ വരും. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു എന്നുള്ള ധീരയോദ്ധാവിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ട്രോങ് പേഴ്സണാലിറ്റിക്കെല്ലാം പിന്നിൽ ഈ മാതാവിൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നം, ആ മാതാവാണ് ആ രൂപത്തിൽ അദ്ദേഹത്തെ വാർത്തെടുക്കുന്നത്. അതായത് ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടത് കാരണം ആ മാതാവ് ചെറുപ്പത്തിൽ തന്നെ അവരെ വളരെ പട്ടാളച്ചിട്ടയിൽ അച്ചടക്കത്തോടുകൂടെ എല്ലാ ആയോധന വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ച് ആ രൂപത്തിലാണ് മക്കളെ വളർത്തുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഒരു വലിയ ലെജൻഡായിട്ട് വളർന്നു വരുന്നുണ്ട്. അതിനേക്കാൾ വലിയ ലെജൻഡായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എല്ലാം ചരിത്രം രചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ മാതാവിൻ്റെ കഠിന പ്രയത്നം കാണാൻ സാധിക്കും. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു അതിസമർത്ഥനായിരുന്നു. മാതാവിന് മുമ്പേ അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് സൊഫിയ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവർ തമ്മിൽ വളരെ വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് തന്നെയാണ് സൊഫിയ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് നമ്മൾ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ അവരെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായ സമയത്ത് തൻ്റെ പ്രിയ സഹോദരൻ്റെ ആ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി സഹോദരി സൊഫിയ റളിയല്ലാഹു അൻഹ ഒരു കഫൻ പുടയുമായിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് നടന്നു വരുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം അവർ അംഗഭംഗം ചെയ്തിരുന്നു, വികൃതമാക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മകൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അവരെ തടയാൻ പറയുകയാണ്. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു തടഞ്ഞ സമയത്തും സൊഫിയ റളിയല്ലാഹു അൻഹ ആ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു മകൻ പറയുന്നുണ്ട്, ഓ ഉമ്മ, ഇതെൻ്റെ കൽപ്പനയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ അത് കേട്ട ഉടനെ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. ശേഷം അവർ റസൂലുള്ളാഹിനോട് കാണാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ പ്രവാചകരെ, സംഭവിച്ചതെല്ലാം എനിക്കറിയാം. അത് അള്ളാഹിൻ്റെ മാർഗത്തിലാണ് സംഭവിച്ചത്. അത് കാണാനും ക്ഷമിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി അതിന് കാണാനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ അവർ അവിടെ പോയി അട്ടഹസിക്കാതെ, ബോധം കെടാതെ, കണ്ണീരോടുകൂടെ ആ പ്രിയ സഹോദരൻ്റെ ശരീരം നോക്കി ഒരുപാട് നേരം അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് നേരം, ദീർഘനേരം ആ മയ്യത്ത് നോക്കി അവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ അല്ലാ, നിൻ്റെ വിധിയിൽ ഞാൻ സംതൃപ്തിയാണ്, എനിക്ക് അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വേദനയെല്ലാം ക്ഷമിക്കുകയാണെന്നെല്ലാം പറഞ്ഞ്
അവർ സഹോദരന് വേണ്ടി ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം അവർ കൊണ്ടുവന്ന ആ കഫൻ പുടവയിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് റസൂലുള്ളാഹിന്റെ പിതൃ സഹോദരി സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇതുവരെയുള്ള സീറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രം. ഞാനിതെല്ലാം റിവൈൻഡ് ചെയ്ത് സൂചിപ്പിക്കാനുണ്ടായ കാരണം ഈ വിവരണങ്ങളിൽ നിന്നെല്ലാം കൃത്യമായിട്ട് അവരേത് രൂപത്തിലുള്ള ഒരു വനിതയായിരുന്നു എന്നുള്ള ഏകദേശ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അവരുടെ അസാമാന്യമായിട്ടുള്ള ധീരതയും ക്ഷമയും അതെല്ലാം ആ ഒരു ചരിത്രത്തിലുടനീളം പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടെ നമ്മുടെ കോണ്ടക്സ്റ്റിലേക്ക് ആ ഖന്തക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചരിത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഖന്തക്കിൽ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളെയും കുട്ടികളെയെല്ലാം ആ കോട്ടയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനകത്ത് സഫിയ റളിയല്ലാഹു അൻഹയുണ്ട്. ആ കോട്ടയുടെ സംരക്ഷണ ചുമതല കവിയായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ ആ കോട്ടക്കകത്തായിരുന്നെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ പുറത്തായിരുന്നു. കാരണം ശത്രുക്കൾ, പ്രത്യേകിച്ച് ഈ ബനൂ ഖുറൈള കൂറുമാറിയ ഈ സമയത്ത് ആക്രമിക്കാനുള്ള ആ സാധ്യതയെ അവർ മുൻകൂട്ടി കാണുകയാണ്. അപ്പോൾ അവരിങ്ങനെ പുറത്തേക്ക് സൂക്ഷ്മമായിട്ട് അതിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ആ പുറത്ത് ആ അരണ്ട വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം ആ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നടന്നു നീങ്ങുന്നതായിട്ട് സഫിയ റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ബനൂ ഖുറൈളക്കാരായിട്ടുള്ള രണ്ടാളുകളാണ്. കാരണം അവർക്ക് മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ഒന്നുകിൽ ആ തക്കം നോക്കി ആക്രമിക്കാൻ, അതല്ലെങ്കിൽ രഹസ്യം ചോർത്താൻ വേണ്ടിയുള്ള വരവാണ്. അപ്പോൾ ഈ ശത്രുക്കളെ കണ്ട ഉടനെ സഫിയ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അവരെ പോയി നേരിടാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, എനിക്കതിന് കഴിയില്ല, അവരെ നേരിടാനുള്ള കെൽപ്പ് എനിക്കില്ല. അപ്പം അത് കേട്ട ഉടനെ സഫിയ റളിയല്ലാഹു അൻഹ മറ്റൊന്നും നോക്കാതെ അവരുടെ വസ്ത്രമെല്ലാം മുറുക്കിയെടുത്ത് തലയിലൊരു തലപ്പാവെല്ലാം ചുറ്റിക്കെട്ടി കയറോ മറ്റോ എന്തോ ഉപയോഗിച്ച് അവർ ആ കോട്ടയുടെ മുകളിൽ നിന്നും അതിസാഹസികമായിട്ട് അവർ താഴേക്ക് രഹസ്യമായിട്ട് ഇറങ്ങി വരികയാണ്. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ വായിലൊരു ഹിൻസർ, ഒരു ഇരുമ്പ് ദണ്ഡ് അവർ കരുതിയിട്ടുണ്ട്. അപ്പം അതേസമയം താഴെയുള്ള രണ്ടാളുകളിൽ ഒരാൾ രഹസ്യമായിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്, മുകളിലുള്ള അവസ്ഥ പരിശോധിക്കാൻ വേണ്ടി. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ അത് കണ്ട ഉടനെ അവിടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് ആ ശത്രു അടുത്തെത്തിയ സമയത്ത് ഈ ദണ്ഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ വടി ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കുകയാണ്. ശത്രുവിനെ കീഴടക്കിയതിന് ശേഷം അയാളുടെ കഥ കടിച്ച് അയാളെ താഴേക്ക് എറിയാണ്. ആ താഴേക്ക് എറിഞ്ഞ സമയത്ത് താഴെ കാത്തിരുന്ന ആ വ്യക്തിയുടെ, ആ സഹപ്രവർത്തകൻ്റെ മുന്നിലേക്ക് ആ ബോഡി വന്ന് വീഴാണ്. അപ്പോൾ ശബ്ദം കേട്ടതോടുകൂടെ അയാൾ അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളുകൾ മുഴുവൻ ഓടുകയാണ്. അവർ ഓടുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, കാവലിന് ആളുകളാക്കാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതും പരസ്പരം പറഞ്ഞുകൊണ്ടാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ അവർ, അതായത് ഈ ആളുകൾ കരുതുകയാണ് ആ കോട്ടയ്ക്ക് ചുറ്റും നല്ല ശക്തമായിട്ടുള്ളൊരു സൈന്യമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുണ്ടെന്നാണ് അവർ ധരിക്കുന്നത്. ഇരുട്ടാണ് ചുറ്റും. അപ്പോൾ അവർ അതും ധരിച്ച് അവർ ഓടി രക്ഷപ്പെടാൻ, യഥാർത്ഥത്തിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ ആ ധീരത കൊണ്ട് മാത്രമാണ് ആ സമയത്ത് അവർ മുഴുവൻ രക്ഷപ്പെടുന്നത്. അപ്പോൾ അവർ അവിടം വിട്ടു പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സഫിയ റളിയല്ലാഹു അൻഹ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അവിടെ വീണ് കിടക്കുന്ന ആളുടെ ശരീരത്തിലുള്ള വാളും മറ്റുമെല്ലാം ശേഖരിക്കാൻ വേണ്ടി പറയാണ്. കാരണം അത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ആ സമയത്തും ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാലി ബി സലബിഹി മിൻ ഹാജത്തിൻ യാ ബിൻതി അബ്ദുൽ മുത്തലിബ്, അത് എടുത്തു കൊണ്ടുവരേണ്ട ഒരാവശ്യവും എനിക്കില്ല. അതായത് അതിനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആ സമയത്തും സഫിയ റളിയല്ലാഹു അൻഹ തന്നെ നേരിട്ട് പോയി ആ ആയുധങ്ങളും ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ ആ ധീര പ്രവൃത്തി കാരണം ആ കോട്ട മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രതിരോധത്തിലാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ പിന്നീട് ഒരാളും അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പേഴ്സണാലിറ്റി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദം ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തും ആ വിശദീകരണത്തിലും ഈ സ്വഹാബിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം യുദ്ധത്തിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആ രൂപത്തിലായിരുന്നു, അതിനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അതേസമയം മറ്റു പല സ്വഹാബികൾക്കും കഴിയാത്ത മേഖലയിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ നാവും തൂലികയെല്ലാം പടവാളാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് പൊരുതുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ കവിയാണ്. അപ്പോൾ കവിതയിലൂടെയും, അക്കാലത്തെ മീഡിയ എന്നുള്ളത് കവിതയാണ്, ആ കവിതയിലൂടെയും മറ്റുമെല്ലാം റസൂലുള്ളാഹിനെ ശക്തമായിട്ട് ശത്രുക്കൾ ആക്ഷേപിച്ച സമയത്ത് അതിനുള്ള മറുപടിയെല്ലാം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു നൽകിയിരുന്നത്. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ അവർ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖും യാ ഹസ്സാൻ ഫ ഇന്ന ജിബ്രീൽ മഅക്, ഓ ഹസ്സാൻ നിങ്ങൾ എഴുന്നേറ്റെന്ന് അതിന് മറുപടി നൽകുക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം താങ്കളോടൊപ്പം സഹായിക്കാൻ കൂടെയുണ്ട്. അപ്പം അത്രയും വലിയൊരു പദവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് നൽകുന്നത്. അപ്പം അതേസമയം ആ യുദ്ധരംഗത്ത് ആയുധെടുത്ത് പോരാടുന്നതായിട്ട് ബന്ധപ്പെട്ട് അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മേഖല. ഇപ്പം നമുക്കറിയാം സമകാലിക ലോകത്ത് ഏറ്റവും വലിയ പോരാട്ടമെല്ലാം ആവശ്യമായിട്ട് വരുന്നത് മീഡിയ രംഗത്താണ്. അപ്പോൾ ഫലസ്തീൻ വിഷയത്തിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അക്കാലത്തെ മീഡിയ ആയിരുന്നു അന്നത്തെ കവിത എന്നുള്ളത്. ആ മേഖലയിൽ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോ ആളുകൾക്കും അവർക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാകും. ചില മേഖലയിൽ നമ്മൾ വീക്കായിരിക്കും, ചില മേഖലയിൽ നമ്മൾ മറ്റുള്ള ആളുകളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ആ നേതാവിൻ്റെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവിടെയെല്ലാം പ്രതിഫലിക്കുന്നത്. അനുയായികളുടെ ഓരോ ആളുകളുടെയും ആ സ്ട്രെങ്ത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിച്ചെടുത്ത് ആ സ്ട്രെങ്ത്തിൻ്റെ ഭാഗത്ത് മാക്സിമം റസൂലുള്ളാഹി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുക. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രതികരണമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. നമ്മൾ പല ആളുകളും ഉള്ള ഒരാളുടെ വീക്ക്നെസ്സുകൾ നിരന്തരം ഹൈലൈറ്റ് ചെയ്ത് അയാളുടെ ഉള്ള സ്ട്രെങ്ത്ത് പോലും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇത്തരം സമീപനങ്ങൾ, അധ്യാപനങ്ങൾ മോഡേൺ കൗൺസിലിങ്ങിൽ പ്രധാനമായിട്ട് ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പാരൻറ്റിങ്ങിലെല്ലാം നിരന്തരം അവർ പറയാറുള്ളതാണ്. ഒരാൾക്ക് 20% പോരായ്മകളും 80% ഗുണങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ 20% പോരായ്മകളെ എടുത്തു പറഞ്ഞ് നിരന്തരം അയാളെ പഠിക്കുന്ന സമയത്ത് ആ 20% ശരിയാക്കാനല്ല അയാൾ ശ്രമിക്കുക, മറിച്ച് അയാൾക്ക് ഉള്ള 80 കൂടെ അത് നശിക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. അതേസമയം മറിച്ച് ആ 80 നിരന്തരം നിങ്ങൾ അഭിനന്ദിക്കുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ 20 കൂടെ ശരിയാക്കാൻ വേണ്ടി, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ശ്രമിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ അയാൾ ചിന്തിക്കുക, ഉള്ള 80% ഗുണത്തെ ഒരിക്കൽ പോലും അഭിനന്ദിക്കാത്ത ഇയാൾക്ക് വേണ്ടി ഞാനെന്തിന് 20 ശരിയാക്കണമെന്ന് ആ രൂപത്തിലായിരിക്കും അയാൾ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എല്ലാം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കിടയിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പെക്ട്രം വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധധീരതകളെ സംബന്ധിച്ച് നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകളാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിന് മാക്സിമം നൽകിയത്. അതേസമയം ഇൽമുമായിട്ട്, അറിവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചുമതലകളൊന്നും ഈ സ്വഹാബിക്ക് റസൂലുള്ളാഹി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വിരലെണ്ണാവുന്ന ഹദീസുകൾ മാത്രമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുക. അപ്പോൾ അതേസമയം മറുവശത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധധീരതകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതലൊന്നും കേൾക്കില്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയതായിട്ടും കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്നുള്ളത് അറിവായിരുന്നു. അറിവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഹദീസ് റിപ്പോർട്ടറായിട്ടെല്ലാം പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ആളുകളെയും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവർ തിളങ്ങി നിൽക്കുന്ന മേഖലകൾ മനസ്സിലാക്കി അത് പഠിച്ചെടുത്ത് മാക്സിമം അവരെ ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രചോദിപ്പിക്കുക. ആ രൂപത്തിലായിരുന്നു നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം മറുവശത്ത് അവരുടെ പോരായ്മകളും വീഴ്ചകളും അത് ഹൈലൈറ്റ് ചെയ്യാതെ, ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ ഉഹുദായിട്ട് ബന്ധപ്പെട്ട് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ആ വീഴ്ച, അതിന് പ്രധാനമായിട്ട് കാരണമായിത്തീരുന്നത് അമ്പെയ്ത്തുകാരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ 40ഓളം ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ രൂപത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചെങ്കിലും നിങ്ങൾ ഏതൊരു ചരിത്രഗ്രന്ഥം എവിടെ പരിശോധിച്ചാലും അവരുടെ പേരുകൾ എവിടെയും ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ആ സമൂഹത്തിൽ പിന്നെയും ഒരുപാട് കാലം അവരിൽ പല ആളുകളും ജീവിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും അവരുടെ പിതാവിനെയും അല്ലെങ്കിൽ സഹോദരങ്ങളെയെല്ലാം നഷ്ടപ്പെടാൻ കാരണമായിത്തീരുന്നത് ഇവർക്ക് വന്ന ഒരു അബദ്ധമാണ്. അതിൻ്റെ പേരിൽ പിന്നീട് എവിടെയെങ്കിലും ഒരു സ്വരച്ചേർച്ചയോ അല്ലെങ്കിൽ സംസാരമോ അതൊന്നും അവിടെ സംഭവിച്ചതായിട്ട് കാണുന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സമൂഹം, ഒരു സൊസൈറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളർത്തിയെടുത്തത്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്താണ്. ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നിർണായക നിമിഷത്തിൽ ആ ബനൂ ഖുറൈളക്കാർ അവർ കൂറുമാറുമോ, അവർ നിറം മാറുമോ എന്നുള്ളൊരു സംശയം, ഒരാശങ്ക റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അത് പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. അവിടെ നമ്മൾ പോസ് ചെയ്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്കിടയിൽ ഈ ചർച്ചയും ഗൂഢാലോചന പദ്ധതികളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് മുസ്ലിങ്ങൾ അത് അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു വാർത്ത അത് പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ ഒന്നടങ്കം വിളിച്ച് റസൂലുള്ളാഹി അവരോട് ചോദിച്ചു. സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, ബനൂ ഖുറൈളക്കാരെ സംബന്ധിച്ച് ആരാണ് നമുക്ക് വിവരം കൊണ്ടുവന്ന് തരിക? അത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു മിഷനാണ്. കാരണം ബനൂ ഖുറൈളയുടെ ആ ഒരു പ്രദേശത്ത് ഒരാളും കാണാതെ ഈ അർദ്ധരാത്രി പോയി അവരുടെ നീക്കങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവരുടെ ആ രഹസ്യം ചോർത്തേണ്ടതുണ്ട്. അപ്പോൾ ജീവൻ പണയം വെച്ച് വേണം അത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ചോദ്യം റസൂലുള്ളാഹി ചോദിച്ച ഉടനെ സദസ്സിൽ നിന്നും ഉടനെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അത് നമ്മൾ ഒരല്പം മുമ്പ് സൂചിപ്പിച്ച സുഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്, അദ്ദേഹം ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അനയാ റസൂലുള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നു. രണ്ടാമതും അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് പറയാണ്, അനയാ റസൂലുള്ളാഹ്, ഞാനത് ചെയ്യാം. അങ്ങനെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ 3 തവണയും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് അതിന് പ്രതികരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു വാക്യം പറയുന്നത്, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരി,
എല്ലാ പ്രവാചകന്മാർക്കും ഹവാരി സഹായികളുണ്ടാകും. ഹവാരിയു അസുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു, എൻ്റെ സഹായി അത് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പോൾ ഹവാരിയു റസൂലുള്ളാഹിൻ്റെ ഹവാരി എന്നുള്ള മറ്റൊരു സ്വഹാബിക്കും ലഭിക്കാത്ത ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം? അപ്പോൾ നമ്മൾ പോസ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹവാരികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത ശിഷ്യന്മാരെ സംബന്ധിച്ച് സൂറത്തു സൊഫിൻ്റെ അവസാനത്തെ 14-ാമത്തെ ആയത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്, ഖാലമൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ആരെന്നെ സഹായിക്കും? ആ ചോദ്യം കേട്ട ഉടനെ തന്നെ ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്, ഉടനടി അവർ പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഹവാരികളുടെ പരിശുദ്ധ ഖുർആൻ ഹൈലൈറ്റ് ചെയ്ത ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് ഉടനടി അതിനുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത അറിയിക്കലാണ്. അതായിരുന്നു അവരുടെ ക്വാളിറ്റി. അപ്പം അതേ ക്വാളിറ്റി അപ്പടി സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം മക്കൻ സിറിയയിൽ ആ പ്രബോധനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എണ്ണപ്പെട്ട ആളുകൾ മാത്രം മുസ്ലിമായ സമയത്ത് ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകടപ്പെടുത്തുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ട ഉടനെ തന്നെ വാളെടുത്ത് അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന മറ്റൊരു പദവി അവ്വലു മൻ സല്ല സൈഫൻ ഫി സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ആദ്യമായി വാളുയർത്തിയ വ്യക്തി എന്നെല്ലാം ആ ഒരു ടൈറ്റിലിനെല്ലാം അദ്ദേഹം അർഹനായി തീരുന്നുണ്ട്. അതേപോലെ ഓർക്കുന്നുണ്ടാകും, ഉഹുദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് ആ വാൾ ഉയർത്തിക്കൊണ്ട് ഈ വാൾ എന്നിൽ നിന്നും ആര് ഏറ്റെടുക്കുമെന്ന് ചോദിച്ച സമയത്ത് ആദ്യമായിട്ട് അതിന് എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞ കൂട്ടത്തിൽ സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി ആ വാൾ നൽകിയത് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീട് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം യുദ്ധക്കളത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്ത സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ചകളെല്ലാം ആ സമയത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതേപോലെ തന്നെ ഉഹുദ് കഴിഞ്ഞ ഉടനെ ഹംറ അൽ അസദിലേക്കുള്ള ആ സൈനിക നിയോഗം, ആ സമയത്തും പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാന്റെ 172-ാമത്തെ വചനത്തിൽ അല്ലദീന ഇസ്തജാബു ലില്ലാഹി വർ റസൂലി മിൻ ബഅദി മാ അസ്വാബഹുൽ ഖർഹ്, ആ മുറിവ് പറ്റിയതിന് ശേഷവും അള്ളാഹ്ക്കും റസൂലിനും ഉത്തരം നൽകിയ ആളുകൾ, അതിനെ സംബന്ധിച്ചും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ആ സമയത്ത് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പിൻകാലത്ത് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അതിൽ ഉത്തരം ചെയ്ത കൂട്ടത്തിൽ നിന്റെ പിതാവ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീണ്ടും ഖന്തക്കുമായി നമ്മൾ ഈ ഒരു സമയത്തും ആ ഖന്തക്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഉടനെ തന്നെ അദ്ദേഹമാണ് അതിന് സന്നദ്ധത അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ നിരന്തരം പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹവാരി എന്നുള്ള ആ ഒരു ടൈറ്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകാനുണ്ടായ കാരണം. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ആ ദൗത്യം, ബനൂ ഖുറൈലയിലേക്ക് പോയി അത് പരിശോധിക്കാനുള്ള ആ ദൗത്യം, അത് ഏറ്റെടുത്ത അർദ്ധരാത്രി അതിസാഹസികമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് രഹസ്യമായിട്ട് അവിടെ പോയി അതെല്ലാം പരിശോധിച്ച് ആ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ച് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അതെങ്ങനെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് അല്ലാഹു ആലം. ഏതായിരുന്നാലും അദ്ദേഹം വന്ന് നൽകുന്ന റസൂലുള്ളാഹിക്ക് നൽകുന്ന ആ ഒരു വാർത്ത, അതായത് ആ കേട്ട വാർത്ത എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. അതെങ്ങനെ അദ്ദേഹം കൺഫേം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അവിടെ കാണുന്നില്ല. അല്ലാഹു ആലം, നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഒരുപക്ഷേ ആ ഉയ്യൈ ബിൻ അഖ്തബ് അവിടെ വന്ന് പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ വാഖിദിയെ പോലെയുള്ള ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പോയ സമയത്ത് അവർ യുദ്ധത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടു എന്നെല്ലാം വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അല്ലാഹു ആലം. ഏതായിരുന്നാലും അത് ശരിയാണെന്ന് അദ്ദേഹം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകുകയാണ്. അപ്പം അത്രയും അപകടം പിടിച്ച ആ ഒരു ദൗത്യം പൂർത്തീകരിച്ച് വന്ന ഉടനെ റസൂലുള്ളാഹി അദ്ദേഹത്തിന് മറ്റൊരു വാഴ്ത്തൽ കൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ബാഡ്ജ് ഓഫ് ഓണറാണ്. നേരത്തെ ഹവാരി എന്നുള്ള ഒരു ടൈറ്റിൽ നൽകി. ഈ സമയത്ത് റസൂലുള്ളാഹി ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി, അതായത് ഞാൻ എൻ്റെ മാതാപിതാക്കളെ താങ്കൾക്ക് ബലി നൽകുന്നു. അത് ഭാഷയിലുള്ളൊരു എക്സ്പ്രഷനാണ്. അതായത് അത്രയും പൊതുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അങ്ങോട്ടാണ് അത് പറയാറുള്ളത്. അത് റസൂലുള്ളാഹി തിരിച്ച് 2 സ്വഹാബികളോട് മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പൊരുതുന്ന സമയത്ത് ഇർമിയ സഅദ് ഫിദാക അബീ വ ഉമ്മി റസൂലുള്ളാഹി ആ സമയത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആ ഒരു പദങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ്. അത് ഈ സമയത്താണ് റസൂലുള്ളാഹി അത് പറയുന്നത്. സുനൻ തുർമുദിയിൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഫളാഇലിനെ സംബന്ധിച്ച് കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജമഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബവൈഹി യൗമ ബനൂ ഖുറൈള, ആ ബനൂ ഖുറൈളയുടെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ, ആ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ആ വാക്കുകൾ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 2 സ്വഹാബികൾ. മറ്റൊരു കാര്യം, ഈ 2 ആളുകളും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു 2 ആളുകളും
സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച അശറ മുബശ്ശിരീനിൽപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബികളാണ്. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു അവർ കേട്ട ആ വാർത്ത, ആ ബനൂ ഖുറൈളയുടെ കൂറുമാറ്റം, അവരുടെ ആ വഞ്ചന, അത് ശരിയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ആ വാർത്ത 100% പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് ഒരുപക്ഷെ സുബൈർ റളിയല്ലാഹു അൻഹു കണ്ട കാഴ്ചയാകണം, പക്ഷെ അതിന് പകരം നേരിട്ട് തന്നെ ആ ഗോത്രത്തിലേക്ക് പോയി അവരിൽ നിന്ന് തന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഫതബയ്യനു, ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് അത് 100% വെരിഫൈ ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി അനുയായികളിൽ നിന്നും 4 ആളുകളെ അവരുടെ കോട്ടയിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. 2 ആളുകൾ ആ സഅദൈൻ, അതായത് 2 സഅദ്മാർ. ഒന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് പറയാനുണ്ട്. രണ്ടാമത്തെ വ്യക്തി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ്, ഖസ്റജ് ഗോത്രത്തിൻ്റെ ലീഡറാണ്. അതിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിലാണ് ഷഹീദാകുന്നത്. അപ്പോൾ അവരോടൊപ്പം അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഖവാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, ഈ 4 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ ഖുറൈളയുടെ കോട്ടയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പോൾ ഔസ് ഖസ്റജിൻ്റെ ലീഡർമാരെ തന്നെ പറഞ്ഞേക്കാനുള്ള കാരണം ഈ 2 ഗോത്രങ്ങൾ ജാഹിലിയ കാലത്ത് തന്നെ അവിടെയുള്ള ജൂത ഗോത്രങ്ങളായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അവർക്ക് തമ്മിൽ പരസ്പരം നേരത്തെ അറിയാം, നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാൻ സുഖമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ആ 2 ഗോത്രങ്ങളുടെ ലീഡർമാരെ തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞേക്കാനുള്ള കാരണം. അപ്പോൾ അവർ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി അവർക്ക് നൽകുന്ന വളരെ ശ്രദ്ധേയമായിട്ടൊരു നിർദ്ദേശമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അവരിലേക്ക് പോയി അവരോട് തന്നെ ചോദിച്ച് ആ വാർത്ത സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത് സത്യമാണെങ്കിൽ ഇൻകാന ഹക്കൻ ഫൽഹനൂലി ലഹ്നൻ അരിഫുഹു, കേട്ട വാർത്ത സത്യമാണെങ്കിൽ അത് നിങ്ങൾ ആ ന്യൂസ് നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. എനിക്കത് വല്ല കോഡ് ഭാഷയിലോ അല്ലെങ്കിൽ വല്ല സൂചനയിലൂടെ മാത്രം നിങ്ങളത് അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുക. അതായത് തഅരീൽ, അതായത് ഹിൻഡ് നൽകുക. നേരിട്ട് നിങ്ങൾ ആളുകൾ കേൾക്കുമാർ അത് പറയരുത്. ഇനി നമ്മൾ കേട്ട വാർത്ത തെറ്റാണെങ്കിൽ, അതായത് അവർ കൂറ് മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളത് പരസ്യമായിട്ട് തന്നെ ആളുകൾ കേൾക്കുമാർ ഉറക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ ആ വാർത്ത പരസ്യപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്, അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു സമൂഹത്തിൻ്റെ പ്രതീക്ഷ കെടുത്തുന്ന അല്ലെങ്കിൽ അവരിൽ ഭീതി ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ അത് മാക്സിമം നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അത് രഹസ്യമായിട്ട് അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദ വിഷയത്തിലും ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. വളരെ നീചമായിട്ടുള്ള ആരോപണങ്ങൾ ആ സമൂഹത്തിൽ അവർ പടർത്തിയ സമയത്തും അതിൻ്റെ ഡീറ്റെയിലുകളെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥത്തിലും കാണാൻ സാധ്യമല്ല എന്നുള്ള, കാരണം അതിനെല്ലാം ഒരു മറവാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു 90% നെഗറ്റീവ് ന്യൂസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ, അക്രമ സംഭവങ്ങളും കുറ്റകൃത്യങ്ങളെല്ലാം കീറിമുറിച്ച് അതിൻ്റെ മൈക്രോ ഡീറ്റെയിൽ സഹിതം നിരന്തരം അത് ചർച്ച ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. അത് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് അത് തുറന്നു വെക്കുന്ന സമയത്ത്, അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം നിരന്തരം ഇത്തരം കാര്യങ്ങളിലേക്ക്, ഇത്തരം ന്യൂസുകളിലേക്ക് എക്സ്പോസ് ആകുന്ന സമയത്ത് അത് അയാളുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഹൃദയത്തെ അത് ഡീസെൻസിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ ഹൃദയത്തിലുള്ള നിരവധി ഹയാ പോലെയുള്ള ക്വാളിറ്റികളെല്ലാം നശിക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആധുനിക കാലത്ത്, അതായത് മനുഷ്യ വികാരങ്ങളെ വിപണന വസ്തുവാക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ ഈ അധ്യാപനങ്ങളുടെ എല്ലാം പ്രസക്തി വളരെ ഏറെയാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് വരാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച 4 ആളുകൾ അവർ ബനൂ ഖുറൈളയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ബനൂ ഖുറൈളയിൽ എത്തിയ സമയത്ത്, അവിടെ എത്തി കാര്യങ്ങളെല്ലാം നോക്കി അവരോട് സംസാരിച്ച സമയത്ത് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ വഷളായ അവസ്ഥയിലാണ് കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അവരിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ ബനൂ ഖുറൈളയുടെ ലീഡർ കഅബ് ബിൻ അസദിനോട് കരാറിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അയാൾ അറിയാത്ത പോലെ പറഞ്ഞു, എന്ത് കരാറ്, അങ്ങനെ ഒരു കരാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണയായിട്ട് നിങ്ങളോട് വാങ്ങിയിട്ടുള്ള ആ കരാറ്. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, മൻ റസൂലുള്ളാഹ്, ഏത് റസൂലുള്ളാഹ്, ലാ അഹ്ദ ബൈനനാ വ ബൈനക്, നമുക്കിടയിൽ യാതൊരു കരാറും ഇല്ല. ആ രൂപത്തിൽ അയാൾ സംസാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഈ രൂപത്തിൽ ചതി ചെയ്യരുത്. നിങ്ങളോട് പലതവണ ആദ്യത്തെ 2 ഗോത്രങ്ങളെ പുറത്താക്കിയ സമയത്തെല്ലാം റസൂലുള്ളാഹിക്ക് നിങ്ങൾ വാക്ക് നൽകിയതല്ലേ, അതെല്ലാം നിങ്ങൾ മറന്നോ, ഈ രൂപത്തിൽ നിങ്ങൾ വഞ്ചിക്കരുതെന്ന് പറഞ്ഞ സമയത്തെല്ലാം അവർ വളരെ നിന്ദിക്കുന്ന രൂപത്തിൽ, വളരെ പരിഹാസ രൂപത്തിൽ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ യാതൊന്നും പ്രതികരിക്കാതെ അവിടെ കൂടുതൽ തങ്ങുന്നത് ഉചിതല്ലെന്ന് മനസ്സിലാക്കി ഈ 4 ആളുകൾ, സഅദ്മാരും മറ്റ് 2 സ്വഹാബികളും, അവർ വളരെ വിഷമത്തോടുകൂടി അവർ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ തിരിച്ചു വന്ന് റസൂലുള്ളാഹിൻ്റെ മുമ്പിലെത്തുകയാണ്. റസൂലുള്ളാഹി വളരെ ആകാംക്ഷയോടുകൂടെ പോയ വിവരം തിരക്കുകയാണ്. ആ സമയത്ത് നേരത്തെ പറഞ്ഞത് പ്രകാരം അവർ നേരിട്ട് പറയാതെ
ചില സൂചനാ വാക്കുകൾ അല്ലെങ്കിൽ ഒരു കോഡ് ഭാഷയിൽ റസൂലുള്ളാഹിക്ക് മറുപടി നൽകുകയാണ്. അവർ മറുപടിയായിട്ട് പറഞ്ഞത് ഉദൽ വൽ ഖാറ, ഈ 2 പദങ്ങൾ മാത്രമാണ്, 2 ഗോത്രങ്ങളുടെ പേരാണത്. അപ്പോൾ അത് കേട്ട ഉടനെ റസൂലുള്ളാഹിക്ക് കാര്യം മനസ്സിലായി. അതായത് ഒരല്പം നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ റജീ സംഭവത്തെ സംബന്ധിച്ച് വിവരിച്ചിരുന്നു. ആ റജീ സംഭവത്തിൽ ഈ 2 ഗോത്രങ്ങൾ ഉദൽ ഖാറ, ഈ 2 ഗോത്രങ്ങളാണ് റസൂലുള്ളാഹിനോട് കളവ് പറഞ്ഞ് വഞ്ചിച്ച് നിരവധി സ്വഹാബികളെ കൊണ്ടുപോയി വധിക്കുന്നുണ്ട്. ഈ വഞ്ചന നടത്തി 2 ഗോത്രങ്ങളുടെ പേര് പറയുക വഴി, അതായത് സമാനമായിട്ട് ബനൂ ഖുറൈളയും നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു, അതാണ് അവർ അതിലൂടെ കൈമാറിയത്. ഏറെ പ്രയാസപ്പെടുന്ന ആ ഒരു വാർത്ത അവർ രഹസ്യമാക്കി വെച്ചെങ്കിലും ക്രമേണ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തുകയാണ്, അത് പരസ്യമാവുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഭീതിയിലാവുകയാണ്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മുന്നിൽ 10,000-ഓളം വരുന്ന വലിയൊരു സൈന്യം ആ കിടങ്ങിനപ്പുറം ഓൾറെഡി അവരെ വളഞ്ഞിരിക്കുകയാണ്. അതിന് പുറമെ ഈ സമയത്ത് പിറകിൽ ബനൂ ഖുറൈളയും അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് രണ്ടിനുമിടയിൽ ഞെരുങ്ങുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുസ്ലിങ്ങൾ കടന്നു പോകുന്നത്. ഈ രംഗം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതുപോലെ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ 10-11 ആയത്തുകളിൽ ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകൾ ഭാഗത്തുകൂടെയും നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടെയും അവർ നിങ്ങളിലേക്ക് വന്ന സന്ദർഭം. അപ്പോൾ മുകൾ ഭാഗത്തുകൂടെ എന്നുള്ളതുകൊണ്ടുള്ള വിവക്ഷ ആ മുന്നിലുള്ള 10,000-ഓളം വരുന്ന വലിയ സൈന്യമാണ്. താഴ്ഭാഗം എന്നുള്ളത് ആ ബനൂ ഖുറൈളയാണ്. ഈ 2 ആളുകളും നിങ്ങളെ സമീപിച്ച ആ സന്ദർഭം, ആ യുദ്ധത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയൽ വ്യൂ ആണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അതിനുശേഷം മുസ്ലിങ്ങളുടെ മുഖത്തേക്ക് ഇത് ജാഅത്തിൽ അബ്സ്വാറു ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, അള്ളാഹു ആ ക്യാമറ സൂം ചെയ്ത് കണ്ണുകളുടെ എക്സ്പ്രഷൻ, അതേപോലെ തന്നെ ഹൃദയങ്ങളുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ വരെ ആയത്തിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. വതദുന്നൂന ബില്ലാഹി ദുനൂന, അപ്പം അവർ അള്ളാഹിനെ സംബന്ധിച്ച് പല ധാരണകളും ധരിച്ചു പോവുകയും ചെയ്ത ആ സന്ദർഭം. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ഷദീദ, അവിടെ വെച്ച് വിശ്വാസികൾ ആ രൂപത്തിൽ കഠിനമായിട്ട് പരീക്ഷിക്കപ്പെടുകയും അവർ കിടുകിട വിറപ്പിക്കപ്പെടുകയും ചെയ്ത ആ സന്ദർഭം അള്ളാഹു ആ രംഗം ഒപ്പിയെടുക്കുകയാണ്. ഈ ഒരു വലിയ പ്രതിസന്ധിയെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടൊന്ന് മാത്രം മുസ്ലിങ്ങൾ അതിജയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രം അടുത്ത ഭാഗത്ത് വിശദമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.